താണ്ഡവം. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. എന്നാൽ പിന്നെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പൊന്നുമംഗലത്തമ്മയുടെ തിരുനടയിൽ വെച്ച് നമുക്ക് ആ ചടങ്ങങ്ങ് നടത്തിയേക്കാം. എന്ത് പറയുന്നു സുമേ? അപ്പോൾ മാത്രം അവർ മൗനമായി. എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, അവളുടെ അച്ഛൻ സമ്പാദിച്ച ഈ വീടല്ലാതെ പറഞ്ഞുകൊണ്ടവർ വിതുമ്പിക്കരഞ്ഞു. അതൊന്നും കണ്ടുകൊണ്ടല്ല ഞാൻ ബാലയെ സ്നേഹിച്ചത്. എനിക്ക് അവളെ മാത്രം മതി. നിറഞ്ഞ മനസ്സോടുകൂടി അമ്മ അവളെ കൈപിടിച്ച് തന്നാൽ മാത്രം മതി. ഈ വീടും പറമ്പും ഒന്നും അവൾക്ക് വേണ്ടമ്മേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ മനസ്സ് സങ്കടപ്പെടുത്തേണ്ട. എല്ലാം ഭംഗിയായി നടക്കും. അതിനുള്ളതൊക്കെ ചെയ്യാൻ ഞാൻ മാത്രം മതി. ഒന്നിനും ഒരു കുറവും വരുത്താതെ എല്ലാം ഭംഗിയായി നടക്കും. സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. ഒരുപാട് അനുഭവിച്ചെങ്കിലും ഇപ്പോൾ അവൾക്ക് ഈശ്വരൻ ഒരു നല്ല കുടുംബത്തെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ജയയും കമലവും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ വീട്ടിൽ അവൾ രാജകുമാരിയെപ്പോലെയാണ് കഴിയുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതല്ലേ. രണ്ടുപേരുടെയും സ്നേഹം കണ്ടാൽ നമ്മുടെ മനസ്സ് നിറയും. അത്രയും ആത്മാർത്ഥമായി കമലം പറയുമ്പോൾ ജയയും സുമയും ഒരുപോലെ അവരെ നോക്കി നിന്നു. കല്യാണം ഉറപ്പിക്കാൻ പോയവർ മടങ്ങിയെത്താത്ത ടെൻഷനിലായിരുന്നു ബാലയപ്പോൾ. ഇതിനിടയിൽ മോനൂട്ടന് ഉറക്കം വന്നത് കാരണം അവൾ കുഞ്ഞിനെ ഉറക്കി മുറിയിൽ കൊണ്ട് കിടത്തി. ചെയ്യാൻ ജോലിയൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് അവൾ അല്പനേരം TV കാണുന്നതിനായി സോഫയിലേക്ക് വന്നിരുന്നു. കുറച്ചുനേരം TV കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെ കിടന്നുറക്കമായി. കല്യാണം ഉറപ്പിക്കാൻ പോയവർ തിരികെ വന്നതൊന്നും തന്നെ ബാലെ അറിഞ്ഞില്ല. കാറിൻ്റെ ശബ്ദം കേട്ടിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങി വരാതെ ആയപ്പോൾ ആദിക്ക് തോന്നി ചിലപ്പോൾ ഉറക്കമായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് ബെല്ലടിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കാതെ സ്പെയർ കീ ഉപയോഗിച്ച് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. വിചാരിച്ചതുപോലെ തന്നെ പെണ്ണ് സോഫയിൽ ചുരുണ്ടുകൂടി സുഖ ഉറക്കത്തിലാണ്. അതും കണ്ടുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി. ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തേണ്ട ആദി. എത്രയൊക്കെ നമ്മുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ച് നടക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ സങ്കടം കാണും. സുമയെക്കുറിച്ചും പിള്ളേരെക്കുറിച്ചും ഒക്കെ ഓർത്ത് രാത്രിയിൽ ലക്ഷ്മിയെ വിളിക്കുമ്പോൾ മിക്കപ്പോഴും കരയുന്നത് കാണാം. ഇപ്പോൾ പിന്നെ കൂടുതലും ഉള്ളിൽ ഒതുക്കാറാണ് പതിവ്. പുറമേ ഒന്നും പറയില്ല. രാത്രിയിൽ ഉറക്കമൊക്കെ നന്നായി കുറവായിരിക്കും. മംഗലത്തമ്മ അവളുടെ അടുത്തിരുന്നു കൊണ്ട് നെറുകിൽ തലോടി പറഞ്ഞു. കുറച്ചധികം സമയം യാത്ര ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, വല്ലാത്ത ക്ഷീണം. അമ്മയൊന്ന് കിടക്കട്ടെ. ശങ്കരനും ഭാരതിയും ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. അമ്മ എഴുന്നേറ്റ് പോയപ്പോൾ വരാന്തയിലെ ഡോർ ലോക്കാക്കി ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ കോരിയെടുത്ത് റൂമിലേക്ക് പോയി. അവളെ ബെഡിൽ ചായച്ച് കിടത്തി കഴിഞ്ഞ് നിവരുമ്പോഴാണ് അവളുടെ ഒരു കൈ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ടുണ്ട്. പതിയെ ആ കൈ വെടിവെച്ച് അതിൽ അമർത്തി ഒന്ന് ഉമ്മ വെച്ചു ആദി. പിന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ എങ്ങനെ സദാസമയവും കള്ളും കുടിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നത്. ശ്രീധരൻ്റെ വീടിനടുത്തുള്ള സുഗുണൻ അല്പം കപ്പ മീൻചാറിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് ശ്രീധരനോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ചിൻ്റെ കാര്യം ഇവനോട് പറയേണ്ട ആവശ്യം എന്താ? ഇവൻ്റെ ആരുമല്ലല്ലോ ആ കൊച്ച്. ആ കൊച്ചിനെ ഇത്രയധികം ദ്രോഹിച്ച ഇവനോട് ഇതൊക്കെ പറയാത്തത് തന്നെയാണ് നല്ലത്. സത്യം പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ പോലും ഇവനെ അടുപ്പിച്ചുകൂടാ. എന്നിട്ട് ഈ നാട്ടുകാരുടെ കരുണ കൊണ്ടാണ് ഇവൻ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും നന്ദിയോ മറ്റോ ഇവനുണ്ടോ? ഇപ്പോഴും പ്രായം കുറഞ്ഞ പിള്ളേരെ കാണുമ്പോഴുള്ള ഇവൻ്റെ ഇളക്കവും നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും എടുത്ത് പെരുമാറാൻ തോന്നും. പിന്നെ ഇതുപോലെ ഉള്ളതിനെയൊക്കെ കൈവച്ചിട്ട് ജയിലിൽ പോകുന്നത് എന്തിനാണെന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാണ്. സുഗുണൻ്റെ കൂട്ടുകാരൻ ജയൻ പറയുമ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന കുപ്പി നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് ശ്രീധരൻ ചാടി എഴുന്നേറ്റു. നിന്നോട് ആരോടെങ്കിലും ഞാൻ ചോദിച്ചോടാ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്? പിന്നെ നിൻ്റെ വീട്ടിലെയൊക്കെ പെണ്ണിനെ കയറി പിടിക്കാനൊന്നും ഞാൻ വന്നില്ലല്ലോ. അഥവാ പിടിച്ചെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലെ പെണ്ണ് തന്നെയല്ലേ. കുറേ സദാചാരക്കാരന്മാർ വന്നേക്കുന്നു. ശ്രീധരൻ ഇഷ്ടമുള്ളത് ചെയ്യും. അതിനെ ആരെതിർത്താലും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിക്കും. ഈ ശ്രീധരൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. വെല്ലുവിളി പോലെ ശ്രീധരൻ ഷാപ്പിൽ നിന്നും ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഇത്തവണ എന്തായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ പെങ്കൊച്ചിനെ കെട്ടാൻ പോകുന്നത് നല്ല ഉശിരുള്ള ഒരാണാണ്. ഷാപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇത്തവണ എന്തായാലും ഇവൻ്റെ നാശത്തിലേക്കുള്ള പോക്കായിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് ആ SI ഇവനെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ശ്രീധരൻ ഇത്തവണ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ചിനോട് ഇത്രയും ദ്രോഹം ചെയ്തവനെ ജയിലിടിഞ്ഞാലും പുറത്തുവിടാൻ പാടില്ലാത്തതാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊന്നുമല്ല
എന്തായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ പെൺകൊച്ചിനെ കെട്ടാൻ പോകുന്നത് നല്ല ഉശിരുള്ള ഒരാളാണ്. അല്ലെങ്കിൽ തന്നെ മകളെ പോലെ നോക്കേണ്ട ആ കൊച്ചിനെ മറ്റേ കണ്ണിലൂടെ കണ്ട ഇവനെയൊക്കെ എന്ത് ചെയ്യുകയാണ് വേണ്ടതെന്നറിയാമോ? സുഗുണൻ എത്ര പറഞ്ഞിട്ടും അരിശമൊഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും കേൾക്കാതെ ആടി ശ്രീധരൻ ഷാപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇത്തവണ എന്തായാലും ഇവൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എസ് ഐ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ശ്രീധരൻ ഇത്തവണ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ആ പെൺകൊച്ചിനോട് ഇത്രയും ദ്രോഹം ചെയ്തവനെ ജയിലിടിഞ്ഞാലും പുറത്തുവിടാൻ പാടില്ലാത്തതാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ മാറേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? ആ എസ് ഐയുടെ ആണ് ഇപ്പോൾ ഇവൻ അതിക്രമം ഒന്നും കാണിക്കാതെ നിൽക്കുന്നത്. പക്ഷേ എപ്പോഴായാലും ഉള്ളിലുള്ള തനി സ്വഭാവം പുറത്തിറക്കാതിരിക്കുമോ? കേട്ടവർ തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരമായാലും വിളക്കി വെക്കാറായാലും കയറി വരാത്ത അച്ഛൻ ഇന്ന് പതിവില്ലാതെ നേരത്തെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി. ബാലേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം ആരൊക്കെയോ പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതിനാണ് നേരത്തെയുള്ള ഈ വരവ് തന്നെ. അവൾ വേഗം തന്നെ മൊബൈലെടുത്ത് ഹരീഷിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ഫോൺ മാറ്റി വെച്ചു. തൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. അമ്മ അടുക്കളയിൽ പച്ചക്കറി നുറുക്കി കൊടുക്കുന്ന തിരക്കിലാണ്. ലക്ഷ്മി കൂടെ ചേർന്ന് നിന്ന് അടുക്കള ജോലികൾ തുടർന്നു. എങ്കിലും അവളുടെ ശ്രദ്ധ പിന്നിലുണ്ടായിരുന്നു. കാരണം ശ്രീധരൻ കയറി വരുന്നോ ഇല്ലയോ എന്നറിയണ്ടേ. നീയും നിന്റെ മക്കളും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനുള്ള ഭാവമാണെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. സുമ പച്ചക്കറി നുറുക്കിക്കൊണ്ടിരുന്ന മുറം അതോടുകൂടി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് ശ്രീധരൻ ആക്രോശിച്ചു. മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഉണ്ണിക്കുട്ടൻ ഞെട്ടലോടുകൂടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ കണ്ടു ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീധരനെ. നിങ്ങളെന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ആദ്യമൊന്നും മിണ്ടാതിരുന്നെങ്കിലും ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് സുമ ശ്രീധരൻ്റെ അടുത്തേക്ക് വന്നു. പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കുന്ന ആയുധം അവളുടെ കയ്യിലിരിക്കുന്നത് കണ്ടതും ശ്രീധരൻ പതിയെ ഒരടി പിന്നിലേക്ക് നീങ്ങി. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് നിങ്ങൾ കരുതിയോ? അപ്പോൾ നിനക്ക് ഞാൻ അറിയാതെ തോന്നിയാസങ്ങളൊക്കെ കാണിക്കാമോ? ശ്രീധരനും വിട്ടുകൊടുത്തില്ല. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചെന്നാ ശ്രീധരേട്ടൻ പറയുന്നത്? അഥവാ എന്തെങ്കിലും കാണിച്ചെങ്കിൽ തന്നെ അതെൻ്റെ മോളുടെ കാര്യത്തിലാണ്. എൻ്റെ മോളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്ന് ശ്രീധരേട്ടൻ വിചാരിക്കണ്ട. പഴയ സുമ അല്ല ഞാൻ. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? ശ്രീധരൻ പെട്ടെന്ന് സുമയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ എന്നെ എതിർത്തുകൊണ്ട് നിന്റെ മകളുടെ വിവാഹം നടത്താമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടത്തുകയുമില്ല. ഈ ശ്രീധരൻ ആരാണെന്ന് അമ്മയും മക്കൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ വലിച്ചു പുറത്തേക്ക് എറിയാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിലൊരാളനക്കം. ശ്രീധരൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഹരീഷിനെ. കൂടെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമുണ്ട്. നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ ശ്രീധര, നിന്റെ തല്ലുകൊള്ളിത്തരം ഇവിടെ വന്ന് കാണിക്കരുതെന്ന്. അപ്പോൾ നീ പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് ഹരീഷ് അകത്തേക്ക് വരുമ്പോൾ ശ്രീധരൻ ലക്ഷ്മിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. അത് ഹരി വ്യക്തമായി കാണുകയും ചെയ്തു. നീ ആ കൊച്ചിനെ വെറുതെ നോക്കി പേടിപ്പിക്കേണ്ട ശ്രീധര. നീ ഇവിടെ എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം കാണിച്ചാൽ എന്നെ അറിയിക്കാൻ 100 പേരുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എൻ്റെ ഒപ്പം വരുന്നതാണ് നല്ലത്. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ മര്യാദയ്ക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ കേസൊന്നുമില്ലാത്ത സ്ഥിതിക്ക് സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് ഈ ഷോയൊക്കെ കാണിക്കുന്നത്? അതും ഈ പെണ്ണുങ്ങളെ കാണിക്കാനാണെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. ശ്രീധരൻ അത് പറഞ്ഞതും ഹരീഷ് മുഖമടച്ചൊരടിയായിരുന്നു. ആരുടെ മുന്നിലാണ് നിന്ന് സംസാരിക്കുന്നതെന്ന് നീ മറന്നുപോയോടാ? ശ്രീധരൻ്റെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹരീഷ് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിലാക്കിയിടാൻ എനിക്ക് അറിയാത്തതല്ല. മുമ്പൊരിക്കൽ നീ അങ്ങനെ കിടന്നിട്ടുള്ളതാണ്. എന്നിട്ട് നീ പഠിച്ചില്ലേ പുന്നാര മോനെ? എന്നെക്കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിക്കരുത്. സാർ, ഇയാൾ ഇവിടെ വരുന്നത് എനിക്കും മക്കൾക്കും ഇഷ്ടമില്ല. ഇയാളുടെ പൊറുതി ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. ഇതെൻ്റെ മോളുടെ പേരിലുള്ള വീടാണ്. ഇവിടെ ഇയാൾ നിൽക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. അത്രയും സുമ പറയുമെന്ന് ശ്രീധരൻ കരുതിയില്ല. അവസാനത്തെ പിടിവള്ളിയും ശ്രീധരന് നഷ്ടമായി. സുമയെ നോക്കി ദയിപ്പിക്കുന്നത് കണ്ടതും ഹരീഷ് അയാളെ പിടിച്ച് പുറത്തേക്കിറക്കി. ഇനി തന്നെ ഈ വീട്ടിലും പരിസരത്തും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ലായിരിക്കും പെരുമാറുന്നത്. ശ്രീധരൻ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഹരീഷ് പറഞ്ഞു. അതെന്തൊരു പറച്ചില്ല സാറേ, എൻ്റെ ഭാര്യയും മക്കൾ ഉള്ളിടത്തേക്കല്ലേ ഞാൻ നിൽക്കേണ്ടത്? ശ്രീധരൻ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അതുകൂടി പറഞ്ഞു. അതെന്തൊരു പറച്ചില്ല ശ്രീധര,
ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ വെറുതെ കടിച്ചു തൂങ്ങുന്നത്? അതും കൂടി ആയപ്പോൾ ശ്രീധരൻ മുഖവും കുനിച്ച് പടിയിറങ്ങിപ്പോയി. ബാൽക്കണിയിൽ ആദിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു ബാല. വീട്ടിൽ പോയ വിശേഷങ്ങൾ ഓരോന്നായി അവളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആദി. പെണ്ണെല്ലാം കേട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയ ചാനലും വേൾഡ് ഓഫ് രുദ്രാരുദ്രപ്രിയ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. രണ്ടും എൻ്റെ ചാനലാണ്.